ചതുർവേദങ്ങൾ. വേദങ്ങൾ 4 ഉണ്ടെന്ന് നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾ ഉണ്ടെങ്കിലും അതിൽ 3 പ്രധാനമാണ് എന്ന് പറയുന്ന കേൾക്കാം. ഏറ്റവും ഉയർന്ന ലെവലിലുള്ളത് ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദം കുറച്ച് താണതാണെന്ന് പറയുന്ന കേൾക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്താണ് ഈ വ്യത്യാസം? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന അഥർവവേദത്തിൽ വേണ്ടാതെ എന്തെല്ലോ ക്രിയകളുണ്ട്, ആളുകളിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത്, ചുട്ട കോഴീനെ പറപ്പിക്കുന്ന മാതിരിയുള്ള പ്രയോഗങ്ങൾ, ഇങ്ങനെ എന്തെല്ലോ ഉണ്ട് എന്നല്ല. അതുകൊണ്ടാണ് അതിനെ മോശമായിട്ട് കാണുന്നത്. സിനിമ പോലെ ഉണ്ടാക്കിയ കണ്ടിട്ടില്ലേ? സിനിമയിൽ അഥർവവേദത്തിനെ പറ്റി പറയുമ്പോഴുള്ളൊരു ഭീകരമായ അന്തരീക്ഷത്തിലല്ലാണ് പറയുക. എന്തെല്ലോ ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിൽ. എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ സംഭവിച്ച വേദങ്ങളെ ശാസ്ത്രീയമായി നോക്കാതെ, വേദത്തിൽ എന്താണുള്ളതെന്ന് അറിയില്ല, സയൻസ് ഉണ്ട് എന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അഥർവവേദത്തിലും അതേ തന്നെ അവസ്ഥ. അഥർവ പേരിൽ കുറച്ചിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചു പോയി എന്നേ ഉള്ളൂ. എന്നാൽ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പ്രശ്നമെല്ലാം, ഈ കൺഫ്യൂഷനെല്ലാം അങ്ങ് തീരും. എന്തുകൊണ്ടാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം കുറച്ച് ഉയർന്നത് എന്നും അഥർവവേദം കുറച്ച് അത്ര പോരാ എന്നെല്ലാം പറയുന്നതിൽ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക സയൻസിലും ഈ 2 വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ സയൻസ് എല്ലാം പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന വിഷയത്തിൽ വരുന്നത് എന്തെല്ലാണ്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇങ്ങനത്തെ എല്ലാം വരും. ഇപ്പം കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി, പിന്നെ PhD, ഇങ്ങനെ പഠിച്ചങ്ങ് പോകും. അവർ അധ്യാപകരായിട്ടെല്ലാം ജോലിയിലാണ് അധികം പോവുക, അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലെല്ലാം അവർ പോകുന്നത്. എന്തുകൊണ്ടാണത്? അവർ ആ സയൻസ്, ആ വിഷയം, ഇപ്പൊ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രീന്റെ എല്ലാ വശങ്ങളും അവർ പഠിക്കുകയാണ്. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ എല്ലാ വശങ്ങളും പഠിക്കുകയാണ്. ബയോളജി ആണെങ്കിൽ ബയോളജീന്റെ എല്ലാ തരം ജീവജാലങ്ങളെ പറ്റിയും സസ്യങ്ങളെ പറ്റി എല്ലാം പഠിച്ചിട്ട് അതിന്റെ എല്ലാ വിഭാഗം, ഇന്നൊന്നുമില്ല, എല്ലാം പഠിക്കുകയാണ്. അപ്പം തിയറി പഠിക്കുന്നതാണ് കൂടുതൽ ഈ സയൻസിൽ വരുന്നത്. തിയറിയാണ് പഠിക്കുന്നത്. എല്ലാത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ അകത്തുള്ള തത്വങ്ങൾ എന്താണ് എന്നെല്ലാണ് പഠിക്കുന്നത്. എന്നാൽ ടെക്നോളജിയിൽ അതല്ല. ടെക്നോളജിയിൽ നിന്ന് അങ്ങനെ സയൻസിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോകുമ്പോൾ അതാണ് ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എല്ലാം എന്താണ്? ടെക്നോളജിയാണ്. അപ്പോൾ മെഡിസിൻ എന്ന് പറയുമ്പം ബയോളജിക്കാരനെല്ലാം പഠിക്കുമ്പോൾ MSc വരെ പഠിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരശാസ്ത്രവും അതും ഇതെല്ലാം കംപ്ലീറ്റ് പഠിക്കുമെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ വരുമ്പോൾ അവൻ ശരീരത്തെ മാത്രം, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന് രോഗം വരുന്ന ആ രോഗത്തെ എങ്ങനെ ചികിത്സിക്കുക, അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷനാണ്. അതും പഠിക്കുന്നത് വെറുതെ ശരീരം പഠിക്കുകയല്ല, എന്നിട്ട് അതിനെ എങ്ങനെ മനുഷ്യന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഉപയോഗിക്കാമെന്നാണ്, അതിന്റെ ഉപയോഗമാണ്. അതാണ് ടെക്നോളജി. അതുപോലെ തന്നെ ഫിസിക്സ് എല്ലാം MSc വരെ പഠിച്ചവനാണെങ്കിലും അതിന്റെ ഉപയോഗം വരുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ്. ടെക്നോളജി വരുന്നത് എഞ്ചിനീയറിംഗിലാണ്. അവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ആ പഠിച്ചതിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുത്തിട്ട് അതിനെ നമ്മളെ ഉപയോഗ തരത്തിൽ വല്ലതും പ്രൊഡ്യൂസ് ചെയ്യാനെല്ലാം വേണ്ടിയിട്ടാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പൊ ടെക്നോളജിക്കാരൻ ആ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അതിന്റെ തിയറിയിലേക്ക് അധികം വേണ്ടാത്ത തിയറിയിലേക്ക് അവൻ പോവില്ല. പക്ഷെ സയൻസ് പഠിക്കുന്നവനെ പറ്റാൻ അങ്ങനെയല്ല, എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി തന്നെയാണ് വലുത്. തിയറിയിൽ നിന്നാണ് ടെക്നോളജി ഉണ്ടാകുന്നത്. നമുക്കൊരു അടിസ്ഥാന തത്വങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് പിന്നെ അതിനെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നത്. അപ്പം വലുത് ഏത് തന്നെയാണ്? സയൻസ് തന്നെയാണ്. പക്ഷെ ജനത്തിന് വേണ്ട, ജനം അംഗീകരിക്കുന്ന ഏതാണ്? ടെക്നോളജിയാണ്. കാരണം ഉപയോഗിക്കുമ്പോൾ ജനവുമായിട്ട് ബന്ധപ്പെടുന്നത് അവിടെയാണ്.
നമ്മളൊരു ഉദാഹരണം തന്നെ നോക്കും. ഡോക്ടർമാർ ഇന്ന് എന്തെല്ലാം ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഉപകരണങ്ങളാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴെല്ലാം എന്തെല്ലാം തരം ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഡോക്ടറുടെ സംഭാവനയാണോ? അല്ല. അത് വേറെ സയൻസ് പഠിക്കുന്നവര് പല കണ്ടുപിടുത്തങ്ങളും നടത്തി അതിന്റെ ഉപകരണങ്ങളിലൂടെയാണ് എന്തുണ്ടാകുന്ന. ഇപ്പൊ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഡോക്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ ശാസ്ത്രത്വങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രയോഗത്തിൽ വരുത്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജി ആയിട്ട് എടുത്തിട്ട് അത് പ്രയോഗിക്കുകയാണ്. അപ്പൊ കണ്ടെത്തുന്ന വിഭാഗം, ഇപ്പം വൈറസുകളെ പറ്റി പുതിയ രോഗങ്ങളെല്ലാം വരുമ്പോൾ ഡോക്ടർമാർ എന്താ ചെയ്യുക? അങ്ങ് അയക്കും. അതെന്താണ് സാധനം, അതിനുള്ള മരുന്ന് എന്താണെന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് റിസർച്ച് ഫീൽഡിലേക്ക് പോവുകയാണ്. അതെല്ലാം സയൻസാണ്. ഒരു ചെറിയ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം BSc ചായ എന്നൊരു കോഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ, BSc ചായ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു കോഴ്സ്, BSc MSc ഇങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, അവർ പഠിക്കുക എന്താണെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കുന്നതിൽ എന്തുണ്ട്? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതെല്ലാം എങ്ങനെയാണ് കൂടിച്ചേർന്നിട്ട് വെള്ളമാകുന്നത്, അതിനെ എങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കാന്നല്ല അവിടെ പഠിക്കും. പിന്നെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് പഠിക്കും. ആ ചായപ്പൊടിയിൽ എന്തെല്ലാം രാസവസ്തുക്കൾ ഉണ്ട് എന്ന് നോക്കും. ആ രാസവസ്തുക്കളെ ഏതാണ് മനുഷ്യന് ആ ഉന്മേഷം തരുന്നതെന്നെല്ലാം മനസ്സിൽ. അതുമാതിരി പാലിലെല്ലാം എന്തുണ്ട്, ഇതെല്ലാം ഇവര് സ്റ്റഡി ചെയ്യും. അത് മാത്രമല്ല ചായപ്പൊടി വെള്ളം എത്ര ഡിഗ്രിയിലിടുമ്പം ചായ ഇടണം, ഇതെല്ലാം അവർ പഠിക്കും തിയററ്റിക്കലായിട്ട്. അതിന്റെ തിയറി എല്ലാം അറിയാം. ഇപ്പം BSc ചായ, പിന്നെ അവൻ MSc ചായ ചെയ്തു, പിന്നെ അതിൽ PhD എടുത്തിട്ട്. പക്ഷെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ അവന്റെ ചായ ചിലപ്പോൾ അവരെ തിയറി നല്ലോണം ഉണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണ്, ചായ അത്ര സുഖം ഉണ്ടാവില്ല. പക്ഷെ ടെക്നോളജി ഇമ്പ്രൂവ് ഉണ്ട്. ഇത് തട്ടുകടക്കാരൻ, അത് ടെക്നോളജിയാണ്. അവൻ ചായ ഉണ്ടാക്കി തരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. കാരണം എല്ലാം ഒരുപോലെയല്ല. ഒരു തട്ടുകടക്കാരൻ ഉണ്ടാക്കുന്ന ചായ പോലെയല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചായ. വേറെ തിയേറ്ററിലെല്ലാം പോയാൽ കിട്ടുന്ന ചായ അത്തരത്തിലല്ല. എന്താ വ്യത്യാസം നോക്കുക? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായയാണെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ ചായപ്പൊടി ഇടും. ചിലവര് തിരക്കിന് വെള്ളം തിളക്കുന്നതിനെക്കാട്ടി മുമ്പിലും ചായപ്പൊടി ഇടും. ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. ടേസ്റ്റ്, രുചിക്ക, ടെക്നോളജി, അതെല്ലാം ടെക്നോളജിയാണ്. തട്ടുകടക്കാരൻ അങ്ങനെയല്ല. ചായപ്പൊടിന്റെ അകത്ത് ചൂടുവെള്ളം ഒഴിക്കുക ചെയ്യുന്നു. എന്നാൽ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തരില്ല. ഒരു പാക്കറ്റില് ഗ്ലാസ്സിൽ പാലും വെള്ളമെല്ലാം തന്നിട്ട് ഒരു തുണിയിൽ ഒരു കെട്ടും കെട്ടി കുറച്ച് ചായപ്പൊടി ഇട്ട് കെട്ടും കെട്ടിയിട്ട് തരും. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മുക്കുകയാണ്. എല്ലാ ചായയും ടെക്നോളജി ഡിഫറെന്റ് ആണ്, പക്ഷെ ചായന്റെ ടേസ്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ സയൻസ് BSc ചായ MSc ചായയിലാണുള്ളത്. എന്നാൽ ഈ ചായ അടിക്കുന്നവനോട് അതിനകത്ത് പഞ്ചസാരയുടെ രാസനാമം എന്താണ്, അല്ലെ ചായപ്പൊടിയിൽ ഏത് സാധനമാണെന്നെല്ലാം ചോദിച്ചാൽ അവനൊരു യുഗം അറിയില്ല. അതാണ് ആ വ്യത്യാസം. ഒന്ന് ആപ്ലിക്കേഷനാണ്. പക്ഷെ ജനം ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ എഞ്ചിനീയറും ഡോക്ടറും എല്ലാമാണ്. എല്ലാവരും MSc ബയോളജി പഠിച്ചതിൻ്റെ അടുത്തൊന്നും ആരും പോവില്ല, ശ്രദ്ധിക്കുകയില്ല. പക്ഷെ രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്താണ് പോകും. അപ്പം ഈ ടെക്നോളജിയാണ് ജനത്തിന്റെ ഇടയ്ക്ക് പ്രചാരമുള്ളത്. പക്ഷെ BSc MSc എന്നെല്ലാം പഠിപ്പിച്ചു പോവും. അവർ പഠിച്ചങ്ങ് പോവും. എന്നിട്ട് അവർ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ എല്ലാം പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഋഗ്വേദവും യജുർവേദവും സാമവേദവും. അത് സയൻസ് സബ്ജക്റ്റ്, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം പറയുന്ന പോലെ എല്ലാത്തിന്റെയും ശാസ്ത്രീയ അടിത്തറ സയൻസ് ഉള്ളത് ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിലാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സയൻസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം ഇതിനകത്താണ് പറയുന്നത്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ, ഉപയോഗം എവിടെയാണുള്ളത്? അഥർവവേദത്തിലാണുള്ളത്. അപ്പൊ അതിന്റെ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് തന്നെയാണ് BSc MSc എല്ലാം സയൻസ് പോലെ പഠിക്കുന്നതെല്ലാം സയൻസ് പോലെ, അഥർവവേദത്തിലുള്ള കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം പോലെ സയൻസ് സബ്ജക്ട് പോലെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിലുള്ളത്. അത് സയൻസാണ്. അഥർവവേദം ടെക്നോളജിയാണ്, അതിന്റെ ആപ്ലിക്കേഷനാണ്. അത് നമുക്കറിയാം. ഇപ്പം മെഡിസിൻ ആണുള്ളതെങ്കിൽ ഇപ്പം എന്തുണ്ട്?
ആയുർവേദമുണ്ട്. അതേപോലെ തന്നെ ജ്യോതിഷമുണ്ട്. ജ്യോതിഷവും ഗ്രഹങ്ങളെ എങ്ങനെയാണ് അതിന്റെ മനുഷ്യനെ അതിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വിഷയമാണ്. യോഗയുണ്ട്. യോഗയിലും എന്താണ് അതിന്റെ പിന്നിലെ സയൻസ് എന്ന് ആർക്കറിയില്ല. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? മനുഷ്യൻ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ രോഗം മാറും. പിന്നെ വാസ്തുശാസ്ത്രം, അതെല്ലാം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വിഷയം മാത്രം മോഡേൺ സയൻസിലുള്ള ടെക്നോളജിയിലെ എഞ്ചിനീയറിംഗ് മാത്രം എവിടെ കാണുന്നില്ല, അധികം കാണുന്നില്ല. എവിടെ? അഥർവവേദത്തിൽ. കാരണം അത് പിടികിട്ടിയില്ല. ഈ സയൻസ് പിടികിട്ടിയാലല്ലേ എഞ്ചിനീയറിംഗിലേക്ക് കിടക്കാൻ പറ്റും. മറ്റേല്ലാം മനുഷ്യന് എല്ലാ കാലത്തും ആവശ്യമുള്ളത് കൊണ്ട് ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആയുർവേദവും മറ്റേ യോഗയും ജ്യോതിഷമെല്ലാം എല്ലാ കാലത്തും ആവശ്യമുള്ളതുകൊണ്ട് അവർ അത് ഇങ്ങോട്ട് എടുത്തു പോകുന്നു. ബാക്കി എഞ്ചിനീയറിംഗ് ഒന്നും ആ കാലത്ത് സയൻസ് പോലും മനസ്സിലായില്ല. പിന്നെ എഞ്ചിനീയറിംഗിന്റെ ടെക്നോളജി ആപ്ലിക്കേഷൻ അഥർവവേദത്തിലുള്ള ഇപ്പൊ അതിൻ്റെ അകത്ത് ലോകങ്ങളെ സംസ്കരിക്കേണ്ട രീതി, അതായത് ഏത് തരം മെറ്റീരിയൽസിനും ഉണ്ടാക്കേണ്ട എല്ലാം ഇതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല. മണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് എല്ലാം ഉണ്ടാവും. എല്ലാം നോക്കി അഥർവവേദത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ ഒന്നുമില്ല. ഇന്നുള്ള എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാം ടെക്നോളജി വിഷയങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണും. പക്ഷെ അതൊന്നും ആരും നോക്കിയിട്ടില്ല. കാരണം അതിന്റെ ഉപയോഗമൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പോൾ വേദത്തിലെ സയൻസ്, വേദത്തിൽ മുഴുവൻ സയൻസ് ആയതുകൊണ്ട് അതാരും നോക്കിയിട്ടില്ല എന്ന് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതിന് വരിക്ക് അർത്ഥമൊന്നുമില്ല, വെറുതെ ഉരുവിടാനുള്ളതാണെന്നെല്ലാം പറഞ്ഞ് തട്ടി വിട്ടിട്ട് കണ്ടത് പോയത് നമ്മൾ കണ്ടു. അതേസമയം നമ്മൾ ഇതുവരെയുള്ള 13 ക്ലാസുകളിൽ എത്ര സൂക്തങ്ങളാണ് നമ്മൾ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എടുത്തത് എന്ന് നോക്കൂ. ഏതെങ്കിലും പ്രഭാഷണത്തിൽ, ആത്മീയ പ്രഭാഷണത്തിൽ ഇങ്ങനെ ഇത്രയും സൂക്തങ്ങൾ എടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടു നോക്കൂ. ഋഗ്വേദത്തുനിന്നോ യജുർവേദത്തുനിന്നോ സാമവേദത്തുനിന്നോ 108 ഉപനിഷത്തിൽ നിന്നുള്ള എത്ര വരികൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്? ഒന്നുമില്ല, കുറെ എന്തെല്ലോ പറഞ്ഞു പോകും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് അതിലെ സൂക്തങ്ങൾ വെച്ച് എത്ര സൂക്തങ്ങൾ ഇതുവരെ വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 10, 30, 40 വരെ സൂക്തങ്ങളിലേക്ക് പോയി ഈ 13 ക്ലാസ്സിലൂടെ തന്നെ. അത് എവിടെ നിന്നെല്ലാം ഋഗ്വേദം, യജുർവേദം, 108 ഉപനിഷത്തുകളിൽ നിന്നെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സയൻസ്, അത്രയും സയൻസ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുക. സയൻസും മറ്റുള്ള കാര്യങ്ങൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം വരിക്ക് അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പൊ ഇതിന് സമാനമായ എല്ലാ സയൻസും ഇനി നമ്മൾ ഇതിലൂടെ കാണും. ഋഗ്വേദം, യജുർവേദം, സാമവേദം, 108 ഉപനിഷത്തിലൂടെ. എന്നാൽ അതിന്റെ ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് സൈഡ് നമ്മൾ എവിടെ കാണണം? അഥർവവേദത്തിൽ കാണണം. അവിടെ നമ്മൾ ഇതുവരെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? ഇപ്പോഴത്തെ സയൻസ് ഒന്നും മനസ്സിലായില്ല, എല്ലാവരും കളഞ്ഞ് അതിന് അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടതുപോലെ തന്നെ അഥർവവേദത്തില് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവരെന്തോ ഗൂഢതന്ത്രങ്ങളാണ്, ചുട്ടകോടീനെ പറപ്പിക്കലാണ്, ഇതെല്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലാമോ ധരിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ശുദ്ധമായ ടെക്നോളജിയാണ് അതിൻ്റെ അകത്തുള്ളത്. ബാക്കി അഥർവവേദത്തിൽ വരുന്നത് ശുദ്ധമായ ടെക്നോളജി. ഇന്ന് നമ്മൾ എടുക്കുന്ന എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഇങ്ങനെയുള്ള എന്തെല്ലാം ആസ്ട്രോണമി എല്ലാമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാത്തിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ് ആണ്. എഞ്ചിനീയറിംഗ് എല്ലാം വിഷയങ്ങളാണ് ഏതിലുള്ളത്? അഥർവവേദത്തിൽ ഉള്ളത്. ലോഹങ്ങളെ, ഭൂമിയിലുള്ള സ്വർണം, എല്ലാ തരം മെറ്റീരിയൽസും വേർതിരിച്ചെടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് മറ്റുള്ളതായിട്ട് മാറ്റുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സയൻസ് മനസ്സിലാക്കാത്ത, വേദത്തിലെ സയൻസ് മനസ്സിലാത്തവർക്ക് അഥർവവേദത്തിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവർ അതിനെ എന്ത് ചെയ്യുന്നു? എന്തെല്ലാം വായ്മയായിട്ട് ഇതെല്ലാം ഗൂഢതന്ത്രങ്ങളാണ്. പ്രേതത്തെയെല്ലാം എന്തെല്ലോ ആക്കിക്കളയുക, അല്ലെ ആളുകളെല്ലാം എന്തോ മന്ത്രം ചൊല്ലിയിട്ട് എന്തെല്ലോ ആക്കിക്കളയുക, ഇങ്ങനെയെല്ലാം എന്തെല്ലോ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ശുദ്ധമായ സയൻസിലോട്ട് അതിനകത്ത് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാമാണ്
ഈ പറയുന്ന തരത്തിൽ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സയൻസ് അറിയുന്നവർ കയറി നോക്കേണ്ടതാണ്. അല്ലാതെ സയൻസ് ഒന്നും അറിയാത്തവർ കയറി നിരങ്ങേണ്ട ഒരു സ്ഥലമല്ല അഥർവവേദമായാലും വേദമായാലും. അത് അഥർവവേദത്തിൽ നമുക്ക് പിന്നീട് കിടക്കാം. നമ്മളിപ്പം സയൻസിലാണ്. അപ്പൊ ഇതിൽ ഏതിലാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. കാരണം അതിനാണ് സയൻസ് ഉള്ളത്. നേരെ മറിച്ച് ആയുർവേദത്തിലും ജ്യോതിഷത്തിലും എല്ലാം അതിന്റെ ആപ്ലിക്കേഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദികൾ ചോദിക്കും ജ്യോതിഷത്തിന്റെ പിന്നിൽ എന്താ സയൻസ് ഉള്ളത്. കാരണം അതിനകത്ത് സയൻസ് ഒന്നും പറയുന്നില്ല. ഇപ്പം ചായക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് യുക്തിവാദി എന്താ ചോദിക്കുക, ഈ ചായയിൽ എന്ത് ടെക്നോളജിയാ ഉള്ളത്? അങ്ങനെ ചായ കുടിച്ചാലും മനുഷ്യന് കിക്കാവുമൊന്നുമില്ല, ഒരു ഉന്മേഷം കിട്ടുമൊന്നുമില്ല. ഉന്മേഷം കിട്ടുന്നുണ്ട് പറ, അതിൻ്റെ അകത്ത് ഏത് വസ്തുവാണ്, എങ്ങനെയാണ് കിക്കാവുന്നത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞുക. എന്നല്ല ചായക്കടക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അവൻ്റെ പറയുന്നത് എന്താ കേൾക്കുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. കാരണം ചായ കുടിച്ചാൽ എന്തോ സ്ട്രോങ് ആവും. എന്ത് സ്ട്രോങ് ആകല്? അത് ഏത് വസ്തുവാണ് സയൻസിലൂടെ പറഞ്ഞാൽ അവന്റെ അടുത്ത് പോയി പറഞ്ഞാൽ പറ്റൂ? നടക്കില്ല. ഇത് തന്നെയാണ് ജ്യോതിഷക്കാരോട് ചോദിക്കുന്നത്. ആ ഗ്രഹം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ശരീരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ഗ്രഹത്തെ കൊണ്ടൊന്നുമല്ല. അതുവരെ ചായ കുടിക്കുന്ന ചായക്കടക്കാരനോട് പറയും, അവൻ പറയും നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയിട്ട്. അത് ഇതുകൊണ്ടൊന്നുമല്ല, അത് ചിലപ്പം മനസ്സിന്റെ ഒരു തോന്നലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം മനസ്സിനൊരു തോന്നലോ, ഇത് കൊടുക്കുമ്പോൾ എന്തോ ഒരു ഉന്മേഷം വന്ന് നല്ല തോന്നുന്ന ഒരു തരം തോന്നൽ. മിഥ്യയാണ് ഇതെല്ലാം, അന്ധവിശ്വാസങ്ങളാണ്, നല്ല അടിച്ചുവിടാം. അതേപോലെ തന്നെ ജ്യോതിഷക്കാരൻ ആയുർവേദക്കാരനോട് ഇതെന്തുന്ന അതിൻ്റെ അകത്തുള്ളത്, ഇങ്ങനെ ആയുർവേദം കുടിച്ചാൽ മാറുന്നത്, അതിൻ്റെ അകത്ത് ഏത് രാസവസ്തുവാണ് അത് ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം കാണിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ടെക്നോളജി ഇവിടെയല്ല ഇതിന്റെ തത്വം. ഇതിന്റെ തത്വം എവിടെയാണ്? സയൻസിലാണുള്ളത്. വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിലേക്ക് പോകണം. അതിന്റെ സയൻസ് അറിയണ്ടെങ്കിൽ ഇതെവിടെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഗ്രഹങ്ങൾ ഇന്ന എടുത്ത് നിൽക്കുമ്പോൾ ഇന്ന ദോഷമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിൽ അവിടെ പ്രശസ്തിയില്ല അഥർവവേദത്തില്. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. ഒരു എഞ്ചിനീയർ എന്നെ അടുത്ത് വന്നിട്ട് ഏതോ ഒരു രാസവസ്തുവിന്റെ ഈ ക്ലീനിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്, കെമിക്കൽ വസ്തുക്കൾ. ഒരു എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് അങ്ങേര്. ഈ സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ വസ്തു എന്താണത്, എങ്ങനെയാണെന്ന് എന്നോട് വന്ന് ചോദിച്ചു. കാരണം ഞാൻ കെമിസ്ട്രി പഠിച്ചവനാണെന്നറിയാം. അവരുപയോഗിക്കുന്ന വസ്തുവാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എഞ്ചിനീയറിങ്ങിന് അവനത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങൾ മാത്രമല്ലാതെ ഡീപ്പായിട്ടൊന്നും അതിൻ്റെ അകത്ത് പോകില്ല. പക്ഷെ ഒരു ബേസിക്കായിട്ട് BSc കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം തുടക്കത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡീപ്പായിട്ടൊന്നും അവർ പോകുന്നില്ല, പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു എഞ്ചിനീയർക്ക്, ഇപ്പൊ ഒരു കെമിക്കൽ എഞ്ചിനീയറിൽ ഒരു മെറ്റീരിയൽ ശുദ്ധീകരിച്ചെടുക്കുന്ന സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും മറ്റേ ആ ഡീറ്റെയിലും എല്ലാം ചിലപ്പോൾ അവർ പഠിക്കുന്നുണ്ട് ജനറലായിട്ട് എന്നല്ലാതെ അത്രയും ഡീപ്പായിട്ട് ഓരോ മെറ്റീരിയൽസിന്റെയും ചിലപ്പോൾ പഠിക്കണം. കാരണം ഹീറ്റ് ട്രീറ്റ്മെന്റിലെല്ലാം അത് വരുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് വരുന്നത് ഉപയോഗമുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ടെക്നോളജിയിൽ വരിക. വലിയ പ്രാധാന്യമൊന്നുമില്ല വിഷയങ്ങളൊന്നും അവിടെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ആ പ്രൊഡക്ഷനുമായിട്ടും അതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒഴിച്ച് ബാക്കിയുള്ള സയൻസ് ഒന്നും അത്ര നിർബന്ധിച്ചൊന്നും അവിടെ പഠിപ്പിക്കില്ല. ജനറലായിട്ട് വേണമെങ്കിലും ഒന്ന് പറഞ്ഞു വിടും. അത് പക്ഷെ പുറമെ മറ്റുള്ളിടത്താണ് പഠിക്കുന്നത്. അപ്പം ടെക്നോളജി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അതുമാതിരി ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഇന്ന ഇലകളെല്ലാം എടുത്തിട്ട് കൂട്ടിക്കുറുക്കി ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി എന്ന് പറയാം. അല്ലാതെ ഇലയിലെ രാസവസ്തു എന്താണ്, അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും അവിടെ പറയുന്നില്ല. വേണമെങ്കിൽ സ്വയം എടുത്തു നോക്കണം. അപ്പൊ അതിവിടെ നോക്കണം എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ എവിടത്തേക്ക് നോക്കേണ്ടത്? സയൻസിലേക്ക് നോക്കണം. സയൻസ് ഇത് ടെക്നോളജിയാണ്, സയൻസിലേക്ക് നോക്കണം. സയൻസ് എവിടെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. സാമവേദത്തിൽ അടിസ്ഥാന തത്വങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഋഗ്വേദം, യജുർവേദം, സാമവേദം സയൻസും അഥർവവേദം ടെക്നോളജിയുമാണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇന്നത്തെ നിലയിൽ നമ്മൾ പറയുമ്പോൾ വേറൊന്നും പറയും, മന്ത്രതന്ത്രങ്ങൾ. മന്ത്രം എന്നത്
ചുരുക്കി പറയുന്നതിനാണ് മന്ത്രം. സയൻസ് അല്ല എപ്പോഴും നീട്ടി വലിച്ച് പറയില്ല. സയൻസ് പഠിക്കുന്നവനെ ചുരുക്കി ചുരുക്കി ചെറിയ ഫോർമുല രൂപത്തിലായിട്ടാണ് പഠിക്കുക. അപ്പം വെള്ളത്തെ പറ്റി പഠിക്കുമ്പോൾ H2O എന്ന് പഠിക്കും. എന്നിട്ടോ ചില ഇക്വേഷൻസ് 2H2 + O2 = 2H2O എന്നെല്ലാം ബൈഹാർട്ടാക്കി പഠിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതെല്ലാം മന്ത്രങ്ങളാണ്, ചെറിയ രൂപങ്ങളാണ്. ആ രൂപത്തിലെ മനസ്സിലാക്കി സയൻസ് പഠിക്കുന്നവർക്ക് ആ ചെറിയ രൂപത്തിലേ വേണ്ടു. വലിയ വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിൽ നിൽക്കാൻ വേണ്ടി ചെറിയ രൂപത്തിൽ അതിനെ ആക്കിയെടുക്കും. അതുകൊണ്ടാണ് വേദങ്ങൾ, വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അത് ഉരുവിടാൻ എളുപ്പമാണ് മന്ത്രങ്ങളാവുന്നത്. വേദത്തിലുള്ള എല്ലാം ചെറിയ വരികളിലാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ഒരു സൂക്തം കണ്ടു. സൂര്യനെ ചുറ്റി ഭൂമിദേവി ജലരാശിക്ക് വേണ്ടി കാത്തുനിന്നു. തീർന്നു. എത്ര വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് അറിയാം. ചിന്തിച്ചു പോകുമ്പോൾ എത്രയോ വിഷയങ്ങൾ അതിൻ്റെ അകത്ത് അറിയുന്നവനതിൻ്റെ അകത്ത് അതിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇങ്ങനെയെല്ലാം മനസ്സിൽ കടന്നു പോകും. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദത്തിന് തന്ത്രങ്ങൾ എന്ന് പറയുന്നു. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച സയൻസിന് ഏത് തന്ത്രം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്തെടുക്കാം. സയൻസിൽ പഠിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നതിനാണ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഡോക്ടർമാരെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻസ് ആണ്, പ്രായോഗിക വശമാണ്. സയൻസിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ശാസ്ത്രീയമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നല്ല ഹാർഡാണ്, മനുഷ്യന്റെ ശരീരത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ എല്ല് പൊട്ടിയിട്ടുണ്ട്, അതിന്റെ സ്ഥലത്ത് പകരം ഇത് കയറി പിടിപ്പിക്കും. അത് അവിടെ പഠിച്ചതാണ്. ഈ മെറ്റീരിയൽ ശരീരത്തിന് അലർജി ഒന്നും ഉണ്ടാക്കില്ല, നല്ല സ്ട്രോങ് ആണ്, എല്ലിന് സമാനമായി ഉപയോഗിക്കാം എന്നല്ല അവിടെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെന്ത് ചെയ്യും? അത് നല്ല ബലമുള്ള ആണെന്ന് കാണുമ്പോൾ ഡോക്ടർമാർ ഈ അപ്ലിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് എല്ലിന് സമാനമായി ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്തൂടെ, പൊട്ടിയ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം വേദം എന്ന് പറയുന്നത് സയൻസും, വേദം എന്ന് പറയുന്ന ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന് പറയുന്നത് സയൻസും, അഥർവവേദം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്, അല്ലെങ്കിൽ മന്ത്രവും തന്ത്രവുമാണ്. അല്ലാതെ അത് എന്തുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദത്തിലുള്ള സയൻസ് ആണെന്ന് മനസ്സിലായിട്ടില്ല, അതിനൊരു അർത്ഥമുണ്ടെന്ന് തോന്നിയിട്ടില്ല. വേദമന്ത്രങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്, അതിന് സയൻസ് അർത്ഥങ്ങളുണ്ടെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ഒരു അർത്ഥമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഉരുവിടേണ്ടതാണെന്ന് ധരിച്ചു വെച്ചു പോയി. അപ്പം പിന്നെ അഥർവവേദത്തിൽ ആ സയൻസിന്റെ ആപ്ലിക്കേഷനും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം എന്താക്കി? തന്ത്രമൊന്നും കണ്ടപ്പോൾ ഇത് തന്ത്രമാണ്, നമുക്ക് ചുട്ട കോഴീനെ അല്ലെങ്കിൽ ഇത് വെച്ച് പറപ്പിക്കാനുള്ള മന്ത്രങ്ങളാണെന്നെല്ലാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്നാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ സിമ്പിളാണ്. ആധുനിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അതിൽ ചിലത് നമ്മൾ തന്ത്രമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ആയുർവേദം അതും തന്ത്രം തന്നെയാണ്. അല്ല, മറ്റേ നമ്മൾ ഭാവനയെ കാണുന്ന ഈ ചുട്ട കോഴീനെ പറപ്പിക്കുന്ന തരത്തിലുള്ള കുട്ടിച്ചാത്ത സേവ എന്തെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ. ആ തരത്തിലുള്ള തന്ത്രമായിട്ടല്ല നമ്മൾ ആയുർവേദത്തെയും യോഗയെയും ജ്യോതിഷത്തെയും എല്ലാം കാണുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് അതേപോലെ അങ്ങ് എടുക്കുകയാണ്. അത് ഒഴിച്ച് ബാക്കിയുള്ള സയൻസ്, എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാം എന്തെല്ലോ ഇതേമാതിരിയാക്കി വ്യാഖ്യാനിച്ച് എവിടെയല്ലോ എത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ശുദ്ധമായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ഋഗ്വേദത്തിലൂടെ, സയൻസിലൂടെ അതൊരു ടെക്നോളജിയാണെന്ന നിലയിൽ കണ്ടുകൊണ്ട് അതിൻ്റെ അകത്ത് അഥർവവേദത്തിലേക്ക് ഇറങ്ങിപ്പോകണം. അപ്പം ലോകത്തിന് വലിയ സംഭാവനകൾ അതിലൂടെ ലഭിക്കും.